Supi Narikateri, Chairman of Malabar Foundation, for the Presidential Address. Mr. Supi Narikateri, the founder and chairman, China NC, Principal of Malabar Arts and Science College, who has dedicated to fostering a supportive and inclusive environment, promoting a Arts and Science College, who has been a fearless advocate of women empowerment, working to create a more justice and equitable world for all, social activist and major political figure of the constituency. His work has improved the lives of countless individuals and communities. ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായിട്ടുള്ള ഏറെ ബഹുമാന്യനായ ഡോക്ടർ സതീഷ് ഇ.കെ. സ്വാഗത പ്രഭാഷണം നടത്തിയ നമ്മുടെ പ്രിൻസിപ്പൽ ഷൈന മാഡം, പ്രിയപ്പെട്ട അക്കാദമിക് ഡയറക്ടർ മുഹമ്മദ് സലീം ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, കുട്ടികളെ, ഞാൻ ദീർഘിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണിത്. പ്രിൻസിപ്പാൾ ഇവിടെ പറഞ്ഞതുപോലെ 10 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാന്യനായ അന്നത്തെ വ്യവസായ IT വകുപ്പ് മന്ത്രി ശ്രീ P.K. കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്ത ഈ കോളേജ് 10 വർഷത്തിന് ശേഷം നമ്മളിന്ന് 10ാം വാർഷിക ആഘോഷ പരിപാടിയുടെ പ്രഖ്യാപനത്തിലേക്ക് പോവാണ്. ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കാനും പറയാനുമുള്ള വിഷയങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ ഞാനിവിടെ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കോളേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാൻ കഴിയുന്ന ഒരു ക്യാമ്പസ്, അതേപോലെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ മികവ് തെളിയിച്ചിട്ടൊരു കോളേജ്, പരീക്ഷയിൽ 100% വിജയം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കോളേജ്. ഇത് ഈ മേഖലയിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഈ സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളത് ഏറെ ശ്ലാഘനീയമാണ്. നമുക്കറിയാം, ഇന്ന് കലാലയ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അരാജകത്വം ഏറെ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ ഈ വനിതാ കോളേജിലെ കുട്ടികൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇവിടെ ഒരു തരത്തിലുമുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി എന്നതാണ് മാനേജ്മെന്റ് കമ്മിറ്റിക്കും ഇവിടുത്തെ അധ്യാപകർക്കും അഭിമാനിക്കാനുള്ളത്. നമുക്കറിയാം, ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ പാഠ്യേതര വിഷയങ്ങളിൽ, കലാകായിക മേഖലകളിൽ, വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ഏറെ സജീവമായി പങ്കാളികളായി ഇവിടെ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ പ്രതിഭാശാലികളായിട്ടുള്ള, സമൂഹത്തെ ഉൾക്കൊള്ളാനും സമൂഹം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്തിന്റെ എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളെ സംഭാവന ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾ അഭിമാനത്തോടുകൂടി കാണുകയാണ്. ഈ വിഷയത്തിൽ ആദ്യമായി നാം അഭിനന്ദിക്കേണ്ടത് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരെയാണ്.
രണ്ടാമതായി, ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴും ഈ മിക്സഡ് കോളേജ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. മിക്സഡ് കോളേജ് വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ. എങ്കിലും ഒരു വനിതാ കോളേജ് എന്ന നിലയിൽ ഈ കോളേജിലേക്ക് അഡ്മിഷൻ തേടി വരികയും ഞാൻ ഈ പറഞ്ഞ എല്ലാ നിലവാരത്തോടുകൂടി പഠനം പൂർത്തിയായി മുമ്പോട്ട് പോകാൻ സന്നദ്ധത കാണിച്ചിട്ടുള്ള, കോവിഡ് സമയത്ത് പോലും തയ്യാറായിട്ടുള്ള കുട്ടികളെ, ഈ പെൺകരുത്തിനെ ഞാൻ ഈ സമയത്ത് സ്നേഹപൂർവ്വം അനുമോദിക്കുകയാണ്. അതുപോലെ രക്ഷിതാക്കൾ തുടങ്ങി ഇതുമായി, അതുപോലെ യൂണിവേഴ്സിറ്റി, ഇപ്പൊ രജിസ്ട്രാർ ഇവിടെ വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നതെന്ന് പറയുന്നത് ഒരുപാട് പ്രയാസപ്പെട്ടാണ്. കോഴിക്കോടൊന്ന് വാഹനമാർഗ യാത്ര ചെയ്ത് ഇവിടെ എത്തുക എന്ന് പറയുന്നത് തന്നെ സാഹസികമായൊരു യത്നാണ്. അദ്ദേഹത്തിന് ഉടനെ തന്നെ എറണാകുളത്ത് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കോളേജിന്റെ തുടക്കം മുതൽ ഇന്നേ വരെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് നമുക്കുണ്ടായിട്ടുള്ള സഹായവും സഹകരണവും ഇപ്പോൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ യൂണിവേഴ്സിറ്റിയെയും അതിന്റെ രജിസ്ട്രാറായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ ഡോക്ടർ സതീഷ് അവരുകളെയും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ആഘോഷ പരിപാടികൾ ഇന്ന് പ്രഖ്യാപനമേ ഉള്ളൂ. വരുന്ന ഒരു വർഷത്തിനിടയിൽ വ്യത്യസ്തമായ പരിപാടികളിലൂടെ ഈ കോളേജിനെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക്, ആഘോഷ പരിപാടികളിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ, നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഡോക്ടർ സതീഷ് ഇ കെ അവരുകളെ ഉദ്ഘാടന പ്രഭാഷണത്തിനും ഈ ഒരു സ്ഥാനാരോഹണത്തിനും, അതായത് ബിരുദദാന പരിപാടിക്കും കൂടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. Thank you, sir. It's essential to provide a clear and concise overview of the event. I invite Mr. Mohammed Banglat, Mr. Mohammed Salim K, Academic Director, Malabar College. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മലബാർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ശ്രീ സൂഫി നരിക്കാട്ടേരി, ഈ പരിപാടിയുടെ മുഖ്യാതിഥി യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ രജിസ്ട്രാർ ഡോക്ടർ സതീഷ് സർ, പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈന, മറ്റ് HODമാർ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഏറ്റവും ഐക്കണായിട്ടുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന് ഡിഗ്രി നേടി പുറത്തിറങ്ങുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സമയം നമ്മൾ ഏറെ വൈകിയിട്ടുണ്ട്, വലിയൊരു പ്രഭാഷണമൊന്നുമല്ല. 3 വർഷക്കാലം ഈ സ്ഥാപനത്തിൽ വ്യത്യസ്ത കോഴ്സുകൾക്ക് പഠിക്കുകയും ഏറ്റവും മികച്ച വിജയം നേടി വ്യത്യസ്ത തൊഴിൽ മേഖലകളിലേക്കും അതിലുപരി ഉന്നത വിദ്യാഭ്യാസത്തിനുമൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വളർച്ചയോടൊപ്പം ഈ ബാച്ചും വലിയ അടയാളപ്പെടുത്തലുകൾ നടത്തിയെന്നത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന നിമിഷമാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ MSc സൈക്കോളജി എൻട്രൻസ് എക്സാമിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി 12ാം റാങ്ക് നേടി എന്ന് പറയുന്നത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അലൂമിനി നേടിയ ഒരു നേട്ടത്തിനപ്പുറത്ത് ആ ലെവലിലേക്ക് എത്താൻ നമ്മുടെ വിദ്യാർത്ഥിയെ സന്നദ്ധരാക്കാൻ ഇവിടുത്തെ അധ്യാപകർക്കും ഈ ഒരു കമ്മ്യൂണിറ്റിക്കും സാധിച്ചു എന്ന കൃതജ്ഞത ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. അതുപോലെ മറ്റ് വ്യത്യസ്ത മേഖലകളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന പരിപാടികളിൽ
ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികളെ ഈ പരിപാടിയിൽ അനുമോദിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത അനുമോദന ചടങ്ങുകൾ കൂടെ ഇതിൻ്റെ ഭാഗമായി നമുക്ക് നടത്താൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ കേവലം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോകുന്നതിനപ്പുറത്ത് അവരുടെ കലാകായിക രംഗങ്ങളിലൊക്കെയും മറ്റു മത്സര പരീക്ഷാ രംഗങ്ങളിലൊക്കെയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ 3 വർഷക്കാലത്തെ മലബാറിൻ്റെ ജീവിതകാലം അവരെ പ്രാപ്തരാക്കിയെന്ന വിശ്വാസമാണ് മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമ്മുടെ ചീഫ് ഗസ്റ്റ് നേരത്തെ വരുമ്പോൾ തന്നെ വേഗം വിട്ടുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അദ്ദേഹത്തിന് വേണ്ടി വഴിമാറുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ജോലിയിലും ഉന്നത പഠനത്തിലുമൊക്കെ ഏറ്റവും മികച്ച അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. Thank you, sir. It's my pleasure to introduce our chief guest, Dr. Satish E.K., who has graciously accepted our invitation to join us today. Sir, welcome to the event. I also invite Mr. Supi Narikateri, Chairman of Malabar Foundation, to adorn the chief guest with a token of love. Thank you, sir. Satish, sir, we request you to share your valuable insights and experience. ആദരണീയനായ ഈ ചടങ്ങിലെ അധ്യക്ഷനും ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ സൂപ്പി നരിക്കാട്ടിരി, ആദരണീയായ ഈ കോളേജിലെ ബഹുമാനിയായ പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈന NC, ഈ കോളേജിലെ അക്കാഡമിക് ഡയറക്ടർ മിസ്റ്റർ മുഹമ്മദ് സലീം, ബഹുമാന്യരായിട്ടുള്ള വിവിധ വകുപ്പ് അധ്യക്ഷന്മാരെ, വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും ഒരു 3 വർഷത്തെ കഠിനമായ പ്രയത്നത്തിൻ്റെയും അതിലേറെ ആത്മസമർപ്പണത്തിൻ്റെയും ഒക്കെ ഫലമായി വലിയ തോതിലുള്ള ഒരു വിജയം കൈവരിച്ചിട്ടാണ് ഒരു 60ഓളം കുട്ടികൾ ഈ കലാലയത്തിൻ്റെ പടിയിറങ്ങുന്നത്. വലിയ പ്രതീക്ഷകളാണ് അവരുടെ മനസ്സിലൊക്കെ തോന്നുന്നത്. ഇന്നവരുടെ ഈ വേഷവിധാനത്തിലൊക്കെ തോന്നുമ്പോൾ അവർ ആത്മാഭിമാനത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു കൊടുമുടിയിൽ അവരെല്ലാവരും എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചടങ്ങുകൾ യൂണിവേഴ്സിറ്റി അടുത്ത കാലത്തായി നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം, 5ഓളം ജില്ലകളിൽ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തിയുള്ള 430ഓളം അഫിലിയേറ്റഡ് കോളേജുള്ള ഏറെക്കുറെ 4 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ് ഇന്ന് കാലിക്കറ്റ് സർവകലാശാല. അത് കേവലം എല്ലാ സർവകലാശാലകളും നൽകുന്നൊരു ബിരുദം പോലെ അതിനെ കണ്ടാൽ പോരാ. കാര്യം അതിൻ്റെ വാല്യൂ നമ്മൾക്കറിയാം. അതിൻ്റെ സിലബസുകളൊക്കെ തയ്യാറാക്കുന്നതിൽ പല ഘട്ടങ്ങളിലും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധ അതിലുണ്ടായിട്ടുണ്ടായിരുന്നു. അത് എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്നതാണ് എന്നതെനിക്ക് വെറും ഒരു വാക്കുകൊണ്ട് പറയാവുന്നതല്ല. അത് പല ഭാഗത്തും ഞാൻ പലപ്പോഴും ഈ ഇന്ത്യയുടെ പുറത്ത് പല രാജ്യങ്ങളിലൊക്കെ പോയി കുട്ടികളുമായിട്ടുള്ള സംവദിക്കുമ്പോഴൊക്കെ അങ്ങനെയുള്ള ഒരു അഭിപ്രായം കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി ആണെങ്കിൽ അതിനൊരു പ്രത്യേക വാല്യൂ
ഉണ്ടാവാറുമുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളൊക്കെ പലരും ഇനി മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി ഒരു പക്ഷേ ജോലിയിലൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഇതേപോലുള്ളൊരു അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും. അത് വെറും വാക്കായി പറഞ്ഞതല്ല, അതൊരു സത്യമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ വർഷം, അതായത് നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ നിങ്ങൾ എന്തെല്ലാം പഠിച്ചിരുന്നോ എന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ പഠിക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ 3 വർഷം കൊണ്ട് ഒരു ഡിഗ്രി സമ്പാദിക്കാമെങ്കിൽ അവർ ഇനി 4 വർഷത്തെ ബിരുദമായിരിക്കും അവർക്ക്. 4 വർഷത്തെ ബിരുദമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. 3 വർഷം കൊണ്ട് വേണമെങ്കിൽ അവർക്ക് നിർത്തിപ്പോവാം. ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലമൊക്കെ വിശ്രമിച്ച് വീണ്ടും പഠനത്തിലേക്ക് തന്നെ മുഴുകി 4ാമത്തെ വർഷം വരാം. പിന്നെ 1 വർഷം കൂടി അവരിപ്പോൾ അധികം പഠിക്കുകയാണെങ്കിൽ ഒരു ബിരുദാനന്തര ബിരുദം കിട്ടും. ഇനി റിസർച്ചിന് പോകണമെങ്കിൽ റിസർച്ചിന് പോകുന്ന രീതിയിൽ അങ്ങനെ ഉള്ള ഒരു രീതിയാണ് ഇനി കാണുന്നത്. അതുപോലെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഏതു തന്നെയാവട്ടെ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നിങ്ങളുടെ ആഗ്രഹിച്ച വിഷയം കൂടി അഡീഷണൽ ആയിട്ട് പഠിക്കാം. ഇപ്പം മേജർ പഠിക്കാം, 68 ക്രെഡിറ്റ്. അതുപോലെ മൈനറുകൾ 453ഓളം മൈനറുകളാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത്. 453 കേട്ടാൽ കണ്ണു തള്ളിപ്പോവും. ഈ 453 പരീക്ഷ നടത്തണമെങ്കിൽ 453 ദിവസം വേണം ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ദിവസവും പരീക്ഷ നടത്തേണ്ടി വരും, ക്ലാസ്സിൽ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പം അതിനൊക്കെ ക്രമീകരണങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്യുന്നത്. 87ഓളം പഠന ബോർഡുകൾ കഴിഞ്ഞ വർഷം ഒരു ജൂലൈ 4-നാണ് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു ചടങ്ങിൽ വെച്ച് പറയുകയാണ്, ഇനി സർവകലാശാലകളിൽ 4 വർഷ ബിരുദമേ ഉണ്ടാവും. അന്ന് തുടങ്ങി വെച്ച മാറ്റത്തിന്റെ പ്രക്രിയകളാണ് ആയിരക്കണക്കിന് രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ ഈ സിലബസുകൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അത് കുറ്റമറ്റ രീതിയിലാവണമെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ പ്രയാസങ്ങൾ. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വേണം. അപ്പോൾ തികച്ചും നിങ്ങൾ എടുത്തിട്ടുള്ള ബിരുദം ഒരു വലിയ സർവകലാശാലയിൽ നിന്ന് 55ഓളം വർഷങ്ങൾ അതിൻ്റെ പാരമ്പര്യമുള്ള പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ പഠിപ്പിച്ചിട്ടുള്ള ഈ കോളേജിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും 100% ബികോം, BSc സൈക്കോളജി പോലുള്ള വിഷയങ്ങളിൽ 100% വിജയം നേടിയിട്ടുണ്ട്. നല്ല പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ നിരന്തരമായ ശിക്ഷണത്തിൻ്റെ ഒരു റിസൾട്ടാണത്. അതും ഇത്തരത്തിലുള്ളൊരു പ്രദേശത്തെ വനിതകൾക്ക് മാത്രമായി തുടങ്ങുന്ന ഒരു കോളേജ്, അത് തീർച്ചയായിട്ടും വലിയൊരു വിഷനോട് കൂടിയിട്ടുള്ള ഒരു ദീർഘവീക്ഷണത്തോടെ ചെയ്തിട്ടുള്ള. കാരണം നമുക്കറിയാം, സമൂഹത്തിൽ നമ്മുടെ സ്ത്രീ രത്നങ്ങളെ അതിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുമ്പോഴാണ് സമൂഹം ഉയർത്തപ്പെടുന്നത്. വിദ്യാഭ്യാസ രീതിയിലായാലും അതേത് അടിസ്ഥാനത്തിലായാലും സ്വാഭാവികമായിട്ടും അവർക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ ഒരു സമൂഹത്തെ മൊത്തത്തിൽ ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, സ്ത്രീ ശാക്തീകരണം വെറും വാക്കുകളിൽ ചെയ്യണം. അത് അടിസ്ഥാനപരമായി അവർക്ക് വിദ്യാഭ്യാസം നൽകണം. അവർക്ക് ആവശ്യമായിട്ട സ്കില്ല് കൊടുക്കണം. പിന്നീട് സ്വയം അവർ പര്യാപ്തമാണ്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആശ്രയിച്ചുകൊണ്ട് ശിഷ്ടകാലം ജീവിക്കുക അല്ലെങ്കിൽ ഒരു തുടർന്ന് വരുന്ന രീതികൾ മാറി സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും സമൂഹത്തിലൊരു ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ അവർക്ക് നേതൃത്വപരമായ പങ്കൊക്കെ വഹിക്കാനൊക്കെ കഴിയുന്ന തരത്തിൽ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്. അത് ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് തുടങ്ങുകയും അത് കഴിഞ്ഞ 10 വർഷത്തോളം സുത്യർഹമായി നടക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിലുള്ള വളരെ കഠിനമായ അധ്വാനം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഞാനത് 430ഓളം കോളേജുകൾ കണ്ടതാണ്. അതിൽ 101 കോളേജുകൾ മാത്രമേ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുള്ളൂ. 40 ഗവൺമെൻറ് കോളേജുകളും 61 ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളേ ഉള്ളൂ. ബാക്കി 325ഓളം കോളേജുകൾ
സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളാണ്. മിക്കതിലും അതിൽ കുട്ടികളില്ലാത്തൊരവസ്ഥ ഉണ്ട്. കുട്ടികൾ ചേരാൻ തയ്യാറല്ല. അതിന് കാരണം എന്താണ്? ചിലപ്പോൾ അധ്യാപകരുണ്ടാവില്ല, ഭൗതിക സാഹചര്യങ്ങളുണ്ടാവില്ല, എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ അവിടെ പഠിക്കാനുള്ള മോട്ടിവേഷൻ ഇല്ലായ്മയാണ്. അപ്പോൾ മിക്ക സീറ്റുകളും കാലിയാണ്. ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? കുട്ടികളില്ലാത്തൊരവസ്ഥ വരും. ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് ചില യൂണിവേഴ്സിറ്റികളുടെ വളരെ പ്രശസ്തമായ കോളേജുകളിലൊക്കെ ചില കോഴ്സുകൾക്കൊക്കെ 4 കുട്ടികൾ 3 കുട്ടികളൊക്കെ ഉള്ളൂ. ഈ 4 കുട്ടികൾ 3 കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നു. അതേ സമയത്ത് കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിൽ നിന്നൊക്കെ കുട്ടികളെ UK-യിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് രക്ഷിതാക്കൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സ്വകാര്യ സർവകലാശാലകളിലേക്ക് കുട്ടികൾ ധാരാളം പോകുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസം ഇപ്പോൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ മികച്ച വിദ്യാലയങ്ങളെ പടുത്തുയർത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. എനിക്ക് തോന്നുന്നു സൂപ്പി സാഹിബൊക്കെ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും തോന്നുന്നു. ഇനിയുള്ള വർഷങ്ങളിൽ പ്രത്യേകിച്ച് 4 വർഷ ബിരുദം നടങ്ങുമ്പോൾ നമുക്ക് നൽകേണ്ടുള്ള പ്രാധാന്യം എന്തെല്ലാമാണെന്നുള്ളത്. കുട്ടികൾ ഇന്ന് വളരെ വളരെ അറിവ്, കലാലയങ്ങളിൽ കൊടുക്കുന്ന അറിവിനേക്കാൾ അപ്പുറത്തുള്ള അറിവുകൾ അവർക്ക് മറ്റു രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നവരും നേടുന്നവരുമാണ് അവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തേക്ക് കലാലയങ്ങൾ മാറേണ്ടതുണ്ട്. അതിനുള്ളൊരു സാഹചര്യമാണ് 4 വർഷ ബിരുദം ഇപ്പോൾ നൽകുന്നത്. അപ്പോൾ അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടു പോകുന്നുള്ളത് വലിയ ഒരു വെല്ലുവിളിയായിട്ട് വേണം എടുക്കാൻ. അത് പ്രത്യേകിച്ച് അധ്യാപകർക്കും അതിൽ വലിയ പങ്കുണ്ട്. മികച്ച അധ്യാപകർ ഉണ്ടായിരിക്കണം കലാലയങ്ങളിൽ. അവർ കേവലം ഒരു അറിവ് ഇങ്ങനെ പകർന്നു കൊടുക്കുന്നവരും ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവർ ഒരു പടി മുമ്പേ സഞ്ചരിക്കേണ്ടവരാണ്. വിദ്യാർത്ഥികൾക്ക് മുമ്പേ സഞ്ചരിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവ് കൊടുക്കണം. വിദ്യാർത്ഥികൾക്കൊപ്പം സഞ്ചരിച്ചു കൊണ്ടുപോകരുത്. കാരണം വിദ്യാർത്ഥികൾക്ക്, ഇപ്പോഴുള്ള വിദ്യാർത്ഥികളൊക്കെ ചെറിയ കുട്ടികളായാലും അവരുടെ അറിവ് എന്ന് പറയുന്നത് വിരൽത്തുമ്പത്താണ്. ഏത് കാര്യത്തെക്കുറിച്ചായും അവർക്ക് നോക്കിയാലും അവർക്ക് അപ്പോൾ തന്നെ അറിവുകൾ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അധ്യാപകർക്ക് അതിൻ്റെ അപ്പുറത്ത് പോയി അവരെ നേരായ വഴിയിലൂടെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കപ്പെടേണ്ടവരാണ് അവർ. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വലിയ സാധ്യതകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും മിടുക്കരായിട്ടുള്ളവരാണ്. അവർ തൊഴിൽ സജ്ജരായി കഴിഞ്ഞാൽ, തൊഴിൽ സജ്ജരാവണമെങ്കിൽ നമുക്ക് ചില സ്കില്ലുകൾ നമുക്കുണ്ടായിരിക്കണം. ഒന്നുകിൽ നമുക്ക് കൈകൊണ്ടോ കാലുകൊണ്ടോ ചെയ്യാവുന്ന തൊഴിലുകൾ, ബുദ്ധിപരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവ രണ്ടും ചേർന്നുകൊണ്ട് ചെയ്യാവുന്ന ജോലികളിലുള്ള ഒരു മികവുകൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഈ കലാലയിൽ നിന്ന് കിട്ടിയതും ഇനി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോലികൾ എന്താണ്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ജോലികൾ എന്താണ് എന്നുള്ള കണ്ടുപിടിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസം കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയോട് കൂടി അവസാനിക്കുന്നതല്ല. നിരന്തരമായ ശ്രമത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, അതുപോലെ നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു ആകത്തുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഈ ലോകത്തിലുള്ള ഏത് സമൂഹത്തിനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ആളുകളൊക്കെ തന്നെ എനിക്ക് ഉറപ്പുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു ജനസംഖ്യാ രീതി നോക്കുമ്പോൾ ലോക ജനസംഖ്യയിൽ യുവാക്കളുടെ എണ്ണം വളരെ കുറവാണ്. വളരെ കുറഞ്ഞു വരികയാണ്. ചൈനയിലൊക്കെ ആണെങ്കിൽ
അത് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ്. അതുപോലെ ജപ്പാനിൽ ആളുകളില്ല. ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള അതില്ല. ഇപ്പൊ ജർമ്മനി 4000 റെയിൽവേയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നിന്നാണ് നടത്താൻ പോണത്. റെയിൽവേയിലേക്ക് 4000-ഓളം ആളുകളെ കേരളത്തിൽ നിന്ന് എടുക്കുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, അതിൻ്റെ ഓരോ രാജ്യങ്ങളിലും അവരുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതികൾ മെയിൻറ്റെയിൻ ചെയ്യപ്പെടണമെങ്കിൽ യുവാക്കളെ ആവശ്യമുണ്ട്. അത് പ്രത്യേകിച്ച് അത് സ്ത്രീകൾ ആ രംഗത്തേക്ക് കൂടി കടന്ന് നേരത്തെ വന്നു കഴിഞ്ഞു. ഇനി അത് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ സാധ്യതകളാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സാധ്യതകളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തണം. എന്നിട്ട് സമൂഹത്തിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടുള്ളത് ഇന്നത്തെ കാണുന്ന എല്ലാ അരാജകത്വങ്ങളും മാറ്റി നല്ല ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ സ്ത്രീകൾക്കാണെന്നാണ് ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് അവരെ സഹോദരിയാണ്, സുഹൃത്താണ്, അമ്മയാണ്, എല്ലാമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും വലിയ വില, ബഹുമതി സമൂഹത്തിൽ നിന്നും ലഭിക്കും. തീർച്ചയായിട്ടും ആ ബഹുമതി അവർ ഒന്നുകൂടി ഉയർത്തി സമൂഹത്തിലെ നേതൃത്വപരമായ ചില പങ്കുകളൊക്കെ വഹിക്കേണ്ടത് അവരാണ്. അതിന് നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പടുത്തുയർത്തുന്നതിൽ പങ്കുവച്ചിട്ടുള്ള ഇതിൻ്റെ നേതൃത്വത്തെ ഞാൻ ഈ അവസരത്തിൽ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതുപോലെ ഈ വിജയത്തിന് കാരണഭൂതരായിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കളെ, അധ്യാപികമാരെ, അവരെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ നിങ്ങൾക്കൊക്കെ ഇവിടെ പഠിക്കാനും പിന്തുണ തരാനും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും പൂർണ്ണമായ അർത്ഥത്തിൽ അവരെ സഹായിച്ചിട്ടുള്ള നിങ്ങളുടെ രക്ഷിതാക്കളാണ്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഉപരിയായി നിങ്ങളെ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും. അപ്പോൾ അവരെയും തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നിങ്ങൾ നന്ദിയോടെ സ്മരിക്കണം. തീർച്ചയായിട്ടും അവരില്ലായില്ല എങ്കിൽ ഒരുപക്ഷെ നല്ല വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കാൻ സാധിക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് 28 ആളുകൾ, 100 കുട്ടികൾ എടുത്താൽ 28 കുട്ടികൾ മാത്രമേ ഉന്നത വിദ്യാഭ്യാസം നേടുന്നുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾ വഴിയെ ഒന്നുമില്ലാതെ അവർ പോയി കേവലം ഒരു 4 വീടുകളിലൂടെ ചുമരുകൾക്കൂടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണുള്ളത്. അതിനൊക്കെ മാറി കേരളം കുറേ മുന്നോട്ട് പോന്നിട്ടുണ്ട്. അത് മാറി നമുക്ക് 28% നിന്ന് അത് ക്രമാനുഗതമായി ഉയർത്തി 35%, 50%, ഇപ്പം പുതിയ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ പ്രകാരം 50% അല്ലെങ്കിൽ 75%, അങ്ങനെ ആ രീതിയിലേക്കാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ അധ്യാപികമാരായും നിങ്ങൾക്ക് ശോഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ആ വലിയ വലിയ അവസരങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്താനുള്ള നിങ്ങളുടെ സ്കില്ലുകളൊക്കെ ഷാർപ്പൻ ചെയ്യാനുള്ള ഒരവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എല്ലാ വിദ്യാർത്ഥികളെയും, അവരുടെ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.